സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഒട്ടേറെ പ്രമുഖരെ സംഭാവന ചെയ്ത മഹത്തായ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ പേരായിരുന്നു CPI എന്നത്. ആ CPIയെ ചോരയും ചാറും ഊറ്റി നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് CPM. ഇടതുമുന്നണിയിൽ നിലവിൽ CPMന്റെ ആട്ടും തുപ്പും അനുഭവിച്ച് തുടരേണ്ട ഗതികേടിലാണ് CPI. രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം മുതൽ CPIയിൽ CPM നയങ്ങൾക്കെതിരെ ശക്തമായ വിയോജിപ്പുണ്ടായിരുന്നു. ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനങ്ങളാണ് CPI നിരന്തരം ഉന്നയിച്ചിരുന്നതെങ്കിലും ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാർ പിന്നോട്ടു പോകുന്നതായി പാർട്ടിക്കുള്ളിൽ എതിർപ്പ് ശക്തമായിരുന്നു. എന്നാൽ CPMുമായി നല്ല ബന്ധം സൂക്ഷിക്കാനുള്ള പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തിന് മുൻപിൽ ഈ വിമർശനങ്ങൾ അപ്രസക്തമാവുകയായിരുന്നു. വിമർശനങ്ങളുമായി പെടുത്തി CPMനോട് കൂടുതൽ അടുത്തു നിന്നാൽ പാർലമെന്ററി പാർട്ടി രംഗത്ത് വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന തോന്നൽ CPIയിലെ പല ഉന്നത നേതാക്കൾക്കുമുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരുതരം അടിമത്വം. ഒരു കാലത്ത് ഏത് കാര്യത്തിലും നിലപാടുണ്ടായിരുന്ന ബിനോയ് വിശ്വത്തിന് നിലപാട് എന്നൊക്കെ വെച്ചാൽ ഇപ്പോൾ വെറും കോമഡിയാണ്. എന്നാൽ വിയോജിപ്പുകൾ തുറന്നു പറയുന്ന ചില നേതാക്കൾ ഇപ്പോഴും CPIയിലുണ്ട്. C ദിവാകരനും പന്നിൻ രവീന്ദ്രനുമൊക്കെ ആ കൂട്ടത്തിൽ ചിലരാണ്. വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കാതെയും തിരുത്തേണ്ടിടത്ത് തിരുത്താതെയും ഇരുന്നാൽ ഇടതുമുന്നണി കൂടുതൽ ജനങ്ങളിൽ നിന്ന് അകലുമെന്ന് ഈ വിഭാഗം ശക്തമായി വാദിക്കുന്നു. എന്നാൽ ഇതിനെ ഗൗരവത്തിലെടുക്കാനോ മുന്നണിയിൽ ചർച്ച ചെയ്യാനോ ഈയിടെ CPI നേതൃത്വം തയ്യാറായിരുന്നില്ല. അതിനെല്ലാം പിന്നിലുള്ളത് പാർലമെന്ററി മോഹങ്ങൾ മാത്രമാണ്. കാരണം CPMനോടൊപ്പം അല്ലാതെ നിലവിൽ കേരളത്തിൽ ഒരു സീറ്റിൽ പോലും CPIക്ക് വിജയിക്കുവാൻ കഴിയില്ല. ഒരു കാലത്ത് കഴിയുമായിരുന്ന പാർട്ടിയെ ഈ വിധത്തിലാക്കിയത് CPM ആണെന്നതിൽ തർക്കവുമില്ല. CPIയെ ഒതുക്കി എന്നത് മാത്രമല്ല, യുവജന വിദ്യാർത്ഥി സംഘടനകളെ അടിച്ചൊതുക്കിയും CPM കരുത്തു കാട്ടാറുണ്ട്. ബ്രൂവറി വിഷയത്തിലും സ്വകാര്യ സർവകലാശാല വിഷയത്തിലും CPIയും CPMും രണ്ട് തട്ടിലാണ്. CPI മന്ത്രിമാർ കൂടി ഉൾപ്പെട്ട മന്ത്രിസഭ ആകട്ടെ CPI മന്ത്രിമാരുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു പ്രസക്തിയും നൽകുന്നില്ല. ഇതോടെ ഏറെക്കുറെ നിരാശരും അതിലേറെ സമ്മർദ്ദത്തിലാണ്ടുപോയവരുമായ CPI മുന്നണി മാറ്റത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെയും മുന്നണി മാറണമെന്ന ആവശ്യങ്ങൾ CPIക്കുള്ളിൽ ശക്തമായിരുന്നു. CPIയുടെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ പല വിമർശനങ്ങളും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മുൻപ് മാറിയിട്ടുണ്ട്. എന്നാൽ CPMും CPIയും തമ്മിൽ ചർച്ച ചെയ്ത് ഇതെല്ലാം പരിഹരിച്ചിട്ടുമുണ്ട്. CPI തങ്ങൾക്കൊപ്പം വരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പലതവണ നിരാശരാകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണയും ഈ വിമർശനങ്ങളെ പാർട്ടി യോഗങ്ങൾക്കപ്പുറത്തേക്ക് വളർത്തുവാൻ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം CPMന് മുസ്ലിം ലീഗിനോട് വർദ്ധിച്ച അമിത വാത്സല്യം CPIയെ ചൊടിപ്പിച്ചിരുന്നു. CPI വകുപ്പുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അമിതമായ ഇടപെടലുണ്ടെന്നും വകുപ്പുകളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നും CPIയിൽ വിമർശനങ്ങളുണ്ടായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ CPIയിൽ ഉറപ്പായും കടുത്ത വിമർശനങ്ങൾ ഉടലെടുക്കുമെന്ന തിരിച്ചറിവാണ് രാജ്യസഭാ സീറ്റിൽ തർക്കങ്ങളില്ലാത്ത ഒത്തുതീർപ്പിന് അന്ന് CPM തയ്യാറായത്. രാജ്യസഭാ സീറ്റ് വെച്ച് നീട്ടിയത് കൊണ്ട് മാത്രം വിമർശനങ്ങൾ ഒതുങ്ങില്ലെന്നാണ് CPIയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വിമർശനങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. തൃശൂരിൽ VS സുനിൽകുമാറിനെ പോലൊരു ജനകീയ നേതാവ് തോറ്റതിന് പിന്നിൽ CPMന്റെ പങ്ക് CPI എടുത്തു പറയുന്നുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും തൃശൂർ പൂരം നടത്തിച്ച് അലങ്കോലമാക്കിയ പോലീസ് നടപടിയും CPMനെതിരായ വിമർശനമായി CPI ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം CPI തങ്ങൾക്കൊപ്പം വരുന്നത് കോൺഗ്രസിന് എന്നും ആനന്ദം നൽകുന്ന കാര്യമാണ്. കോൺഗ്രസിനൊപ്പം നിന്നപ്പോൾ ലഭിച്ച മുഖ്യമന്ത്രി സ്ഥാനം അയവിറക്കുന്നവർ പാർട്ടിയിൽ ഇന്നും സജീവമാണ്. നേതാക്കൾ CPMനൊപ്പം നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോഴും ഭൂരിഭാഗം CPI പ്രവർത്തകരും അനുഭാവികളും കടുത്ത CPM വിരുദ്ധരോ വിമർശകരോ ആണെന്നതും വസ്തുതയാണ്. പ്രാദേശികമായ വിഷയങ്ങൾ മുതൽ സർക്കാർ നയങ്ങളോടുള്ള വിയോജിപ്പ് വരെ ഈ വിരുദ്ധതയ്ക്ക് പിന്നിലുണ്ട്. പിണറായി വിജയനോടും CPMനോടും എതിർപ്പ് കൃത്യമായി രേഖപ്പെടുത്തുന്നൊരു പാർട്ടി നേതൃത്വത്തെയാണ് CPIയിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ ഭൂരിഭാഗവും ആരാധിക്കുന്നതും കൊണ്ടാടുന്നതും. നിർഭാഗ്യവശാൽ ഇന്നുള്ള CPI നേതൃത്വമാകട്ടെ CPMന് മുൻപിൽ അടിമകളെ പോലെ നിലകൊള്ളുക മാത്രമാണ് ചെയ്യുന്നത്. CPMനെ മുൾമുനയിൽ നിർത്തിയ വെളിയം ഭാർഗവന്റെ കാലവും പിണറായി വിജയനെ വിജയനെന്നു മാത്രം വിളിച്ചു പോന്നിരുന്ന CK ചന്ദ്രപ്പന്റെ കാലവും CPIക്കാർക്ക് ഇപ്പോഴും ആവേശമാണ്. അതുപോലെയുള്ള നേതാക്കൾ ഇനി ഉണ്ടാകുമോ എന്നതാണ് CPIക്കാർ പോലും പരസ്പരം ചോദിക്കുന്ന ചോദ്യം.